ഹലോ ഡിയർ സ്റ്റുഡൻസ്, നമുക്കിന്ന് അജൈൽ മോഡൽ ഓഫ് കാൽക്കറ്റ് പാർസൺസ് ആണ് പറയാനുള്ളത്. ആക്ച്വലി ഇത് 6th ചാപ്റ്ററിലെയും 10th ചാപ്റ്ററിലെയും ഒക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആയിട്ട് പാർസൺസ് കോൺട്രിബ്യൂഷൻസ് ടു അണ്ടർസ്റ്റാൻഡ് സോഷ്യൽ സിസ്റ്റം എന്നുള്ള ചോദ്യമായിട്ടാണ് വന്നിട്ടുള്ളത്. ഓക്കെ, നൗ ലെറ്റ് us start. Agile paradigm is a sociological scheme created by American sociologist Talcott Parsons in the year 1950s. Okay. ഇതൊരു സിസ്റ്റമാറ്റിക് ഡെപ്പിക്ഷൻ ഓഫ് സൊസൈറ്റൽ ഫങ്ഷനാണ്. ഒരു സൊസൈറ്റിക്ക് പലതരത്തിലുള്ള ഫങ്ഷൻ ഉണ്ടാവും. ആ പലതരത്തിലുള്ള ഫങ്ഷൻസിനെ ഡെപ്പിക്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ വരച്ച് കാണിക്കാൻ വേണ്ടി ഇദ്ദേഹം ഉപയോഗിക്കുന്ന ഒരു മോഡലാണ്, മോഡലിംഗ് സ്കീമാണ് ആക്ച്വലി ഈ ഒരു അജൈൽ പാരഡിം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അജൈൽ എന്ന വാക്ക് ഒരു വേർഡല്ല, അതൊരു അബ്രിവേഷനാണ്. അതായത് അഡാപ്റ്റേഷൻ, ഗോൾ അറ്റൈൻമെൻറ്റ്, ഇൻറ്റഗ്രേഷൻ ആൻഡ് ലേറ്റൻസി, അതിൻ്റെ ഷോർട്ട് ഫോമാണ് അജൈൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഏതൊരു സൊസൈറ്റിയും സ്റ്റേബിളായിട്ട് മെയിൻറ്റെയിൻ ചെയ്യപ്പെടണമെങ്കിൽ ഇതിലേതെങ്കിലും ഒരു സിസ്റ്റം അഡോപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ എന്നുള്ളതാണ് ടാൽക്കറ്റ് പാർസൺസ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. അജൈൽ പാരഡൈം ഈസ് എ പാർട്ട് ഓഫ് പാർസൺസ് ലാർജർ ആക്ഷൻ തിയറി ഔട്ട്ലൈൻഡ് ഇൻ ഹിസ് നോട്ടബിൾ ബുക്ക് ദ സ്ട്രക്ചർ ഓഫ് സോഷ്യൽ ആക്ഷൻ. സ്ട്രക്ചർ ഓഫ് സോഷ്യൽ ആക്ഷൻ എന്ന് പറയുന്ന തിയറിയിലെ പുസ്തകത്തിലെ പ്രധാനപ്പെട്ട ഒരു തിയറിയാണ് ആക്ഷൻ തിയറി എന്ന് പറയുന്നത്. ഈ ആക്ഷൻ തിയറി ഒരു രണ്ട് തിയറീസിൻ്റെ ഒരു സമന്വയമാണ്. സോഷ്യൽ സിസ്റ്റംസ് തിയറിയും സോഷ്യൽ ആക്ഷൻ തിയറിയും കൂടെ ക്ലബ് ചെയ്തിട്ടുള്ളതാണ് ഈ ലാർജർ സോഷ്യൽ ആക്ഷൻ തിയറി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ തിയറിയിലാണ് ആക്ച്വലി ഈ അജൈൽ പാരഡൈമിനെ പറ്റിയിട്ട് അദ്ദേഹം പരാമർശിക്കുന്നത്. He defines social system as a network of interactions between actors. According to him, social system rely on a system of language and culture must exist in society in order to qualify a social system. ഒരു സിസ്റ്റം സോഷ്യൽ സിസ്റ്റം ആകണമെങ്കിൽ അതിലൊരു ലാംഗ്വേജ്, കൾച്ചർ എന്ന് പറയുന്ന രണ്ട് കാര്യങ്ങളുടെ ഒരു സമന്വയം ആവശ്യമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. പാർസൺസ് ഫങ്ഷണലിസം ഇസ് ബെസ്റ്റ് നോൺ ഇൻ ദ ടേംസ് ഓഫ് ഫങ്ഷണൽ ഇംപെറേറ്റീവ്സ്. ഫങ്ഷണൽ ഇംപെറേറ്റീവ്സ് എന്ന് പറയുന്ന പേരിലും കൂടെയാണ് അദ്ദേഹത്തിൻ്റെ ഫങ്ഷണലിസം അറിയപ്പെടുന്നത്. ഫങ്ഷണലിസം എന്താണെന്ന് നമ്മൾ ഓൾറെഡി മുൻ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. സോ അറിയാത്തവരൊന്ന് ജസ്റ്റ് അതിൽ കൂടെ ഒന്ന് കയറി ഇറങ്ങേണ്ടതാണ് കേട്ടോ. ദിസ് ഈസ് ഓൾസോ നോൺ ആസ് അജൈൽ മോഡൽ ഓർ 4 ഫങ്ഷൻ പാരഡൈം. ഈ രണ്ട് പേരിലും കൂടെ ഇത് അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഈ അജൈൽ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നോക്കാം. In order to survive or maintain equilibrium with respect to its environment, any system must to have some degree adapt to that environment. അപ്പം ഏതൊരു സിസ്റ്റത്തിനും, ഇപ്പോൾ നമ്മൾ ഏതൊരു സാഹചര്യത്തിൽ ചെന്നാലും ആ ഒരു സാഹചര്യത്തിനോട് ഇണങ്ങിച്ചേരാതെ അഡ്ജസ്റ്റ് ചെയ്യാണ്ട് നമുക്കവിടെ സർവൈവ് ചെയ്യാൻ പറ്റില്ലല്ലോ. അതുപോലെ തന്നെയാണ് ഒരു സോഷ്യൽ സിസ്റ്റം ഇക്വിലിബ്രിയത്തിൽ മെയിൻറ്റെയിൻ ചെയ്യപ്പെടണമെങ്കിൽ ആ സാഹചര്യവുമായിട്ട് അതെന്ത് ചെയ്യണം, അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പം അതിനെയാണ് അഡാപ്റ്റേഷൻ അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇസ് അറ്റെയിൻസ് ഇറ്റ് ഗോൾസ്. നമുക്ക് എപ്പോഴും ഒരു കാര്യം പിന്തുടരാൻ നമുക്ക് മോട്ടിവേഷനായിട്ട് നിൽക്കുന്നത് എന്തായിരിക്കും? നമുക്കൊരു ഗോൾ ഉണ്ടായിരിക്കുക എന്നുള്ളത്. നിങ്ങൾ പഠിക്കുന്നതിന് ഒരു ഗോൾ ഉണ്ടായിരിക്കുമല്ലോ. ആ ഗോൾ അറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഓരോ സൊസൈറ്റിയിലും ഓരോ സോഷ്യൽ ഫിനോമിനലും ഓരോ യൂണിറ്റ് ഓഫ് ബിൽഡിംഗ് ബ്ലോക്സ് ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിലും എല്ലാത്തിനും എന്തുണ്ടാവും? ഒരു ഗോൾ ഉണ്ടാവും. ആ ഗോൾ അറ്റൈൻ ചെയ്യാനുള്ള പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഒരു സൊസൈറ്റി അവിടെ ഇൻടാക്റ്റ് ആയിട്ട് നിലകൊള്ളുന്നത്. ഓക്കെ, ഫാമിലി എന്ന് പറയുന്ന ഒരു സെറ്റപ്പ് എടുത്ത് നോക്കി, ആ ഒരു എക്സാമ്പിൾ തന്നെ നിങ്ങൾ എടുത്ത് നോക്കുക. ഓരോരുത്തർക്കും ഓരോ ഗോൾസ് ഉണ്ട്. ആ ഗോൾ അറ്റൈൻ ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് ആ ഫാമിലി ഫുൾഫിൽ ആവുന്നത്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. നെക്സ്റ്റ് ഇസ് ഇൻ്റഗ്രേറ്റ്സ് ഇറ്റ്സ് കോമ്പോണൻസ്. അപ്പോൾ ഓരോ കോമ്പോണൻസിനെയും ഇൻ്റഗ്രേറ്റ് ചെയ്യപ്പെടണം, ഒരുമിച്ച് ചേർക്കണം, കൂട്ടിച്ചേർക്കേണ്ടുന്ന കുറേ ഘടകങ്ങളുണ്ട്. അപ്പം നിങ്ങൾക്കറിയാം, കോൺഫ്ലിക്റ്റ് പെർസ്പെക്റ്റീവിലൊക്കെ ഡയലറ്റിക്സ് എന്ന് പറയാറുണ്ട്. അതായത് ഒന്നിനോട് വിരുദ്ധമായിട്ടുള്ള മറ്റൊന്ന് കൂടിച്ചേരുമ്പോൾ, നെഗറ്റീവും പോസിറ്റീവും കൂടിച്ചേരുമ്പോഴാണ് അതിനൊരു പൂർണ്ണത സംഭവിക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പം അത്തരത്തിൽ പല ഡിഫറെൻ്റ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ്സ് ഉണ്ടാവും. ഈ ആറ്റിറ്റ്യൂഡ്സ് എല്ലാം ഒരു സമന്വയം ഉണ്ടാകുമ്പോഴാണ് സൊസൈറ്റിയുടെ സിസ്റ്റം എന്ന് പറയുന്നത് പൂർണ്ണമാവുന്നത്. ആൻഡ് മെയിൻറ്റെയിൻസ് ലേറ്റൻറ്റ് പാറ്റേൺ. ലേറ്റൻറ്റ് എന്ന വാക്ക് ഹിഡൻ എന്നാണ് അർത്ഥം. അതായത്
ചില പാറ്റേൺസ് ഹിഡൻ ആയിട്ടുണ്ടാവും, ചിലത് തുറന്ന് പറയപ്പെടുന്നുണ്ടാവും, ചിലത് എന്താണ് ഹിഡൻ ആയിട്ട് നിലനിൽക്കുന്നുണ്ടാവും. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഒരു പ്രത്യേക രീതിയിൽ പെരുമാറണം എന്ന് നമ്മളെ പഠിപ്പിക്കുന്നൊന്നുമില്ല, പക്ഷേ ഇറ്റ് ഈസ് ഹിഡൻ അല്ലേ, നമ്മൾ മുതിർന്നവർ വരുമ്പോഴേക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്.